പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഡിസംബർ മാസം 5-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ഓർത്തു നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് പോയ പകൽക്കാലം കർത്താവ് നമ്മളെ കരുതിയത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞതായി ലോകത്തിൽ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ചു. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കുന്നത് പോലെ സ്വർഗത്തിലെ അപ്പ നമ്മളെ സൂക്ഷിച്ച ആ കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കരം ഉയർത്തി അല്പസമയം ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? ദൈവത്തിൻ്റെ കൃപയല്ലേ ഇതെല്ലാം, ഓരോ കാര്യങ്ങളും. അതിന് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറയാം. കരങ്ങളെ ഉയർത്തി പറയാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ആമേൻ. കർത്താവിന് നന്ദി പറയാം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. അതെ, ഈ പ്രഭാതി ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ എഴുന്നേറ്റത്. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല. കർത്താവ് നമ്മളെ ഉണർത്തിയത് കൊണ്ടാണ് നമ്മൾ ഉണർന്നത്. അത് മറന്നു പോകല്ലേ. അങ്ങനെ വരുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്രമാത്രം നന്ദി പറയണം. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്കൊരു ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മളോടുള്ള കർത്താവിൻ്റെ ദയ വലുതാകിയാൽ, വിശ്വസ്തത വലുതാകിയാൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ 145-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ കർത്താവിനെ പുകഴ്ത്തും, ഞാൻ കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾ തോറും ഞാൻ കർത്താവിനെ വാഴ്ത്തും, ഞാൻ കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് ആമേൻ പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ. കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് ഒരിക്കലൂടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് പറയുന്ന തിരുവെഴുത്ത് പ്രകാരം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഇന്ന് പകൽക്കാലം കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. അവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം വാതിലുകൾ തുറന്നു വരട്ടെ. ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ കാണുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തെമ്പാടും സഭായോഗം നടക്കുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതൊരു ഉണർവിൻ്റെ സഭായോഗമായി മാറട്ടെ. ലോകവ്യാപകമായൊരു ഉണർവിൻ്റെ സഭായോഗം നടക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലോകവ്യാപകമായി ഒരു ഉണർവിൻ്റെ സഭായോഗം ഇന്ന് കർത്താവെ അങ്ങ് ആമേൻ അയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2 മുട്ടിനും വേദനയായിട്ട് ആ മുട്ട് മാറ്റിവെക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കേസുകൾ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കാൽമുട്ടുകളുടെ വേദന മാറട്ടെ. ആ ജോയിൻ്റ് യേശുവിൻ നാമത്തിൽ ഓക്കെ ആകട്ടെ. അത്ഭുതകരമായ സൗഖ്യം ആ 2 ജോയിൻറ്റുകളിലേക്കും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ. അത്ഭുത സൗഖ്യം നടന്നതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു. അതുപോലെ കർത്താവെ, ഞങ്ങൾ വായിക്കാത്ത അൾസർ വന്നിട്ട് ആഹാരം കഴിക്കാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അത്ഭുതകരമായ സൗഖ്യത്തെ കർത്താവ് അയക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. മുടി കണ്ടമാനം കൊഴിഞ്ഞുപോയി ആമേൻ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം അതിനകത്തുനിന്ന് പൂർണ്ണ വിടുതൽ കൊടുത്ത് കർത്താവരെ വിടുവിക്കണം. ആ മുടി കൊഴിച്ചിൽ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ മുടി യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. കർത്താവിന് കഴിയാത്ത കാര്യമല്ലല്ലോ. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ ഈ പ്രഭാതത്തിൽ മറ്റ് എന്തെല്ലാം വിഷയങ്ങളാണോ തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യണം. കർത്താവ് അത്ഭുതം ചെയ്യണം. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ അത്ഭുതം നടക്കട്ടെ. അതുപോലെ സാമ്പത്തിക വിഷയങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. ദൈവിക ഇടപെടൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അത്ഭുതകരമായി നടത്തിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവ് മറ്റെല്ലാവരുടെയും ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. നാളത്തെ ഓൺലൈൻ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം. ഈ വർഷത്തെ ആദ്യത്തെ ഓൺലൈൻ മീറ്റിംഗ് നാളെയാണല്ലോ.
അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാവിലെ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഓൺലൈൻ മീറ്റിംഗ് നടക്കും. എല്ലാവരും അതിൽ സന്തോഷത്തോടെ വന്ന് പങ്കെടുക്കണം, പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനുള്ള സമയമാണ്. അതുകൊണ്ട് മിസ് ചെയ്യരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 1 2 വാക്യം മുതൽ നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ 1 വാക്യം വായിച്ചാൽ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അതായത് ഈ 2025 ഒരു വേർപെട്ട ജീവിതം പരിശുദ്ധാത്മാവ് നമ്മളിൽ ആഗ്രഹിക്കുകയാണ്. ദൈവഹിതമല്ലാത്ത റിലേഷൻഷിപ്പുകളും അസോസിയേഷനുകളും ഒന്നും ദൈവമക്കൾക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ മാറേണ്ടിടത്തൊന്നും മാറണം. ദൈവിക അനുഗ്രഹത്തിൻ്റെ വർഷമാണിത്. അപ്പോൾ ആ അനുഗ്രഹം നമ്മുടെ ലൈഫിൽ നമുക്ക് നിറഞ്ഞു കവിയണമെങ്കിൽ, അത് മാനിഫെസ്റ്റഡ് ആകണമെങ്കിൽ നമ്മൾ മാറി ജീവിക്കേണ്ടിടത്തുനിന്ന് മാറി ജീവിക്കണം. അത് ഇരിക്കുക, നടക്കുക, നിൽക്കുക, അത് സോഷ്യൽ മീഡിയ ആയാലും കൊള്ളാം, ഗ്രൂപ്പുകളായാലും കൊള്ളാം, എല്ലാത്തിനകത്തും നമുക്കൊരു വ്യത്യസ്തത ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഇനി 2 വാക്യം പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുന്നവരായിരിക്കും. അതിനുദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പൽഷൻ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലല്ല ദൈവവചനം നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുന്നത്. നമുക്ക് സന്തോഷമുണ്ടാകണം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ TV കാണുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല. അവർക്ക് ഉള്ളിൽ നിന്നുണ്ടാകുന്ന സന്തോഷമായി എങ്ങനെയെങ്കിലും TV കാണണം. ഇപ്പം മാതാപിതാക്കളില്ലാത്ത സമയത്താണെങ്കിൽ അവർ പെട്ടെന്ന് പോയി മാതാപിതാക്കൾ വഴക്ക് പറയും എന്നുള്ള വീടുകളുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ TV കാണാനും അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാണാനൊന്നും സമ്മതിക്കാത്ത വീടുകളുണ്ട്. അപ്പോൾ അവരെന്നായി മാതാപിതാക്കൾ എന്തെങ്കിലും കണ്ണ് വെട്ടിച്ചാൽ ഓടിപ്പോയി അവർ TV കാണുകയോ ലാപ്ടോപ്പ് കാണുകയോ ഒക്കെ ചെയ്യും. കാരണം എന്നാ, അത് അവർക്കതൊരു എൻജോയ്മെൻറ്റ്, അവർ ഡിലൈറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ അത് സന്തോഷം. ഇതുപോലെ ആയിരിക്കണം നമുക്ക് ദൈവവചനത്തിനകത്ത് നമുക്കൊരു സന്തോഷമുണ്ടാകണം. എപ്പോൾ അവസരം കിട്ടിയാലും ദൈവവചനം വായിക്കണം. ഒരു ചെറിയ സമയം നമുക്ക് ഒരിടവേള കിട്ടിയാൽ ഉടനെ എന്ത് വായിക്കണം? ദൈവവചനം വായിക്കുന്ന കാര്യം നമ്മുടെ സന്തോഷമായി മാറും. അത് രാവിലെ ഞാനൊരു അധ്യായം വായിക്കും, വൈകിട്ടൊരു അധ്യായം വായിക്കും. അതൊരു നിയമമാണ്, ഒരു ചടങ്ങാണ്. എന്നാൽ എപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അതാണ് സന്തോഷത്തോടെ ചെയ്യുന്നത്. എപ്പോൾ അവസരം കിട്ടിയാലും കുഞ്ഞുങ്ങളങ്ങനെ എപ്പോൾ അവസരം കിട്ടിയാലും ചാടിക്കയറി TV കാണും, അല്ലെങ്കിൽ അവർക്ക് കാണേണ്ടത് കാണും, അല്ലെങ്കിൽ കളിക്കേണ്ടത് കളിക്കും. അത് അവരുടെ സന്തോഷം, ഉള്ളത്തിൽ ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷം, അതെങ്ങനെയും ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഇതുപോലെ ആയിരിക്കണം ഈ 2025 ദൈവവചനത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര ആനന്ദമായിരിക്കണം ദൈവവചനം വായിക്കുന്നതും പഠിക്കുന്നതും. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുക തന്നെയല്ല, അത് നമ്മളോട് തന്നെ പറയുന്നു. ധ്യാനത്തിന് ഭയങ്കര പവറാണ്. അപ്പം ഈ ലോകത്തിൽ തന്നെ ഇപ്പം ഈ പുതിയ ജനറേഷനിൽ ആത്മീയന്മാരല്ലാത്തവർ പോലും പലതരത്തിലുള്ള ധ്യാനങ്ങൾക്ക് പോകുന്നുണ്ട്. മെഡിറ്റേഷന് പോവുക. എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് മെഡിറ്റേഷന് പോകുമ്പോൾ അവർക്ക് പല രീതിയിൽ മാനസിക സമാധാനം കിട്ടുന്നു, അഡിക്ഷനുകൾക്കകത്തുനിന്ന് പുറത്തു വരാൻ കഴിയുന്നു എന്നൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം ധ്യാനിക്കണം. ദൈവവചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ വർഷം നമ്മൾ കേട്ടു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇത് നമ്മളോട് തന്നെ പറയണം ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ ഉള്ളിൽ അത് തന്നെ നമ്മൾ ചിന്തിക്കുക മാത്രമല്ല, നമ്മളോട് തന്നെ അത് പറയുക. അതാണ് യഥാർത്ഥ ധ്യാനം കൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. ജോഷുവയുടെ പുസ്തകത്തിലും പറയുന്നുണ്ടല്ലോ, നീ ദൈവവചനം ധ്യാനിക്കുന്നവനായിരിക്കണം. അപ്പോൾ നമ്മളോട് തന്നെ പറയുക, സ്വർഗത്തിലെ സകല ആത്മീകാനുഗ്രഹത്താലും പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അതിന് സ്തോത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോട് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, ധ്യാനിക്കുക, നമ്മുടെ ഉള്ളത്തോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, നമ്മളോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുക, നമ്മൾ ദൈവവചനം എന്ത് ചെയ്യുന്നവരായിരിക്കണം? ധ്യാനിക്കുന്നവരായിരിക്കണം. എങ്ങനെ ധ്യാനിക്കുന്നവരായിരിക്കണം? ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലല്ല, സന്തോഷത്തോടെ ധ്യാനിക്കുന്നവർ. വേദവസം പറഞ്ഞു, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അവരുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യും. അവർ ദൈവിക അനുഗ്രഹത്തിൽ ജീവിക്കും. എന്നിട്ട് പറയുന്നു, അവർ ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ഈ 2025 അവൻ അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ്
ആകാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവവചനത്തെ സന്തോഷിക്കുന്നവരായിരിക്കണം, ദൈവവചനത്തെ രാപകൽ ധ്യാനിക്കുന്നവരായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന മെസ്സേജുകൾ ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, ഒത്തിരി പ്രാവശ്യം കേൾക്കണം. ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും ആ സന്ദേശം കേൾക്കണം. ആമേൻ. ഹൃദയം നിറഞ്ഞു കവിയണം ദൈവവചനം കൊണ്ട്. അത് നമ്മുടെ അധരത്തിൽ നിന്ന് പുറത്തു വരണം. രാത്രിയിൽ കിടക്കുമ്പോൾ അത് തന്നെ ധ്യാനിച്ചു കൊണ്ട് കിടക്കണം. വാഹനം ഓടിക്കുമ്പോൾ അത് തന്നെ ധ്യാനിക്കണം. വാഹനത്തിൽ നിന്ന് നമ്മളോട് തന്നെ പറയണം. നമ്മൾ എപ്പോഴും ഈ കേട്ടത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഐ ആം ബ്ലെസ്ഡ് പേഴ്സൺ, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ധ്യാനിക്കണം. അവിടെയാണ് നിങ്ങൾ ഫ്രൂട്ട്ഫുള്ളാകും. നിങ്ങൾ വർദ്ധിച്ചു പെരുകുവാനിട വരും. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കാൻ തുടങ്ങും. അതാണ് അനുഗ്രഹത്തിൻ്റെ ലക്ഷണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ ഈ ദൈവിക അനുഗ്രഹം മാനിഫെസ്റ്റഡ് ആകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. വി ആർ ബ്ലെസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, സമുദ്രതീരത്തിലെ അല്ലെങ്കിൽ കടൽ തീരത്തിലെ മണൽത്തരി പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വർദ്ധിച്ച് പെരുകും. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.